ഹായ് ഗൈസ്, ഞാനിപ്പം നിൽക്കുന്നത് കമ്മട്ടം ഗണപതി അമ്പലത്തിലാണ്. കമ്മട്ടം ഗണപതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കമ്മട്ടം എന്ന് പറഞ്ഞാൽ കാശാണ്, കാശടിക്കുന്ന അച്ച. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് പണ്ട് കാലത്ത് അന്ന് കാശല്ല അണയാണല്ലോ, അണയൊക്കെ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ദാ ഈ കാണുന്ന സ്ഥലങ്ങൾ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ദാ ഈ കാണുന്ന അങ്ങോട്ട് കാണുന്ന സ്ഥലങ്ങൾ മുഴുവൻ, അതായത് ഇവിടുന്ന് ഒരു വാതിലുമൊക്കെ അങ്ങോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലങ്ങൾ മുഴുവൻ അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് കമ്മട്ടം അല്ലെങ്കിൽ അണ അടിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും ഈ പൈസ അടിക്കുന്ന അച്ചിന് പറയുന്നത് കമ്മട്ടം എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ ഒരു പകരം ശാന്തിക്ക് വന്നാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ വാദ്യക്കാരൊക്കെ നിൽപ്പുണ്ട്, വേണ്ടില്ലേ. ഇതാണ് ഇവിടെ പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രതിഷ്ഠ നടന്നുകൊണ്ടിരിക്കുക. അയ്യോ, പ്രതിഷ്ഠയല്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഉപദേവ നട, പ്രധാന ദേവന്റെ ശ്രീകോവിൽ പൊളിക്കുന്നില്ല. ഉപദേവനായിട്ട് ഗണപതിയുണ്ട്, നാഗരുണ്ട്, അതുപോലെ ഇത് ദേവിയുണ്ട്. അപ്പോൾ 3 പേർക്കും പ്രത്യേകം ശ്രീകോവിലുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം, കണ്ടില്ലേ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതകളെന്ന് പറയുന്നത്, ആ മുറിച്ചിട്ടിരിക്കുന്ന മരം കണ്ടോ, ഇത് അതുകൊണ്ട് ആ മുറിച്ചിട്ടിരിക്കുന്ന മരം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു മരമായിരുന്നു, കണ്ടില്ലേ. ഇനിയിപ്പോ ഈ കമ്മട്ടം ഗണപതി അമ്പലം എവിടെയാണെന്ന് അറിയണ്ടേ? ശരിക്കും പറഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രി, അതായത് തിരുവനന്തപുരംകാരുടെ സ്വന്തം ജനറൽ ആശുപത്രിയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കമ്മട്ടം ഗണപതി അമ്പലം നിൽക്കുന്നത്. ഇവിടെ ഈ മരത്തിന് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാല്, കണ്ടില്ലേ, ആ മരത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഏകദേശം 7ഓളം മരങ്ങൾ ഒറ്റ തടിയിൽ നിന്ന് കിളുത്തു നിൽക്കുന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ബഡ്ഡിങ് ഉണ്ടല്ലോ, അല്ല ഇപ്പോഴത്തെ കാലത്തെ ബഡ്ഡിങ്, അത് പ്രകൃതിദത്തമായ പിന്നെ ബഡ്, അതായത് പ്രകൃതി തന്നെ പണ്ടേ ബഡ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവായിരുന്നു ആ മരം. കാരണം അതിന് ശരിക്കും പറഞ്ഞാൽ ഒറ്റ തടിയേ ഉള്ളൂ തറയിൽ, പക്ഷെ അതിന്റെ മുകളിലായിട്ട് അരയാലുണ്ട്, പേരാലുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ മരങ്ങൾ ഇഷ്ടം പോലുണ്ട്. പിന്നെ ഇതിന്റെ പേരെന്തോ, നാഗഗന്ധി. ദാ ഇവിടെ ഈ കാണുന്നത് നാഗഗന്ധി എന്ന് പറഞ്ഞൊരു മരമാണ്, കണ്ടില്ലേ. ഇപ്പൊ കാണിച്ചുതരാം. ഇത് നാഗഗന്ധി എന്നും പറഞ്ഞൊരു മരമാണ്. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ, ഇതിന്റെ കായ്ക്കുണ്ടല്ലോ അന്യായ സ്മെല്ല, ഒരു വല്ലാത്ത വാട. അതാണ്ടേ, ഇത് അധികം അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. കാണാനൊക്കെ നല്ല രസകരമായ ഒരു സംഗതിയാണ്, പക്ഷെ എന്തൊക്കെയോ ആയുർവേദ കൂട്ടുകൾ ചേർന്നതാണിതെന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാന ശ്രീകോവില്. രാവിലെ അങ്ങനെ അമ്മാവന് ഒരു അത്യാവശ്യം വന്നു. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അമ്മാവനെയാണ് പകരം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന് പകരമായിട്ട് എന്നെ ഏൽപ്പിച്ചു. ഞാൻ തേർഡ് പകരമാണ്. അങ്ങനെ വന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ഉപദേവന്മാരെയൊക്കെ ബാലാലയത്തിൽ ഇരുത്തിയിരിക്കുക. രാവിലെ അങ്ങനെ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ ബാലാലയത്തിന്റെ തൊട്ടടുത്തായിട്ട് കണ്ട് അവിടെ കണ്ടില്ലേ, അവിടെ നാഗരുടെ പ്രതിഷ്ഠ. പിന്നെ ഉള്ളത് കണ്ട് ഇവിടെയാണ് ശരിക്കും നാഗര് വരുന്നത്. എന്തുമാത്രം വലിയ കുഴി എടുത്തിട്ടിരിക്കുന്നു നോക്കി. എന്ന് പറഞ്ഞാൽ ശ്രീകോവിലുകളൊക്കെ പണിയുന്നതിനെ അടിയുന്നേ ഇത്രയും കുഴികളും കാര്യങ്ങളൊക്കെ വേണം, കണ്ടില്ലേ. പിന്നെ ഇവിടെ നാഗരുടെ പണിയാനായിട്ടുള്ള സ്ഥലം. പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടെയാണ് ദേവി വരുന്നത്, കണ്ടില്ലേ. പിന്നെ അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ശാസ്താവും വരുമെന്നാണ് പറയുന്നത്. ഈ ഭാഗത്ത് കുഴി എടുത്തിട്ടില്ല. ഇനിയിപ്പോ ശാസ്താവിനുള്ള ശ്രീകോവിലിന്റെ കുഴി എടുക്കാൻ JCBയും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെയാണ് ഈ കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, കണ്ടില്ലേ. ഫാമിലി വെൽഫെയർ ഓഫീസ് പ്രസ്. സത്യം പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് സർക്കാർ ഓഫീസുകളാണ് കേട്ടോ, അപ്പുറം ഇപ്പുറം റോഡിന്റെ 2 സൈഡിലായിട്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നുണ്ട്, നമുക്ക് കുറച്ച് കൺജസ്റ്റഡ് ആണ് സംഭവം. നമുക്ക് സാധനങ്ങൾ വയ്ക്കാനും അതിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏകദേശം ഒരു വർഷം കൊണ്ട് ഇതിന്റെ പണികളൊക്കെ, നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തീരുമെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് എന്തായാലും ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ ബാക്കി വിശേഷം നമുക്ക് കാണിച്ചു തരാം. അവിടെ നിന്നിറങ്ങി ഞാൻ നേരെ വലിയ ശാല ജഗതി പൂജപ്പുര വഴി, പൂജപ്പുര വന്നിട്ട് മുടവൻമുകളിന് പോകുന്ന വഴിക്ക് നള്ളത്ത് ദേവീക്ഷേത്രത്തിലോട്ടുള്ള ഒരു വഴിയുണ്ട്. അപ്പം അവിടെ ഇവിടെ കണ്ട മാങ്ങ, സൂപ്പർ ഒരു മാവും മാങ്ങയും കേട്ടോ.
അവിടുന്ന് എനിക്ക് നേരെ വന്നിട്ട് ഒരു സാറിനെ കാണാനുണ്ട്. അപ്പം കാണാനായിട്ട് ഈ നള്ളത്ത് ഭഗവതി ക്ഷേത്രം ഇതിൻ്റെ കുറേ താഴെയാണ്. അപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ ഇവിടോട്ട് വന്നതാണ്. ഇനി ഇവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറച്ച് ഫോമുകൾ ഒപ്പിട്ട് കൊടുക്കാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതാണ് സാറിൻ്റെ വീട്. ഇവിടുന്ന് ഇങ്ങനെ താപ്പോട്ട് നോക്കിയാൽ അവിടെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, ഒരു അമ്പലം പോലൊരു സംഭവം. കണ്ടില്ലേ? ഇതല്ല കേട്ടോ, ഇതിനും കുറച്ചുകൂടെ താഴോട്ട് ചെന്നിട്ടാണ് നള്ളത്ത് ഭഗവതി ക്ഷേത്രം. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ നേരെ ഇറങ്ങി ഇവിടെയും നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ കംപ്ലീറ്റ് സർക്കാർ ഓഫീസുകളാണ് കേട്ടോ. ഈ മുടവൻമുകളിന് പോകുന്ന വഴിക്ക് ഇത് സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഇടവഴിയുണ്ട്. അതായത് നേരെ പാപ്പനംകോട് എത്താനൊരു ഇടവഴിയുണ്ട്. അപ്പം ആ ഇടവഴിയിലോട്ട് കയറാനായിട്ട് ഞാൻ വന്നതാണ്. അതായത് നമ്മുടെ ഈ തമലം വഴി നേരെ പാപ്പനംകോട് എത്താം. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്. അത് അടച്ചില്ലെങ്കിൽ നമുക്ക് സ്പീഡിൽ അങ്ങ് എത്താം. അത് അടച്ചു പോയാൽ പണി കിട്ടും. അടച്ചു പോയാൽ നമ്മൾ പിന്നെ അവിടെ ഒരു 10-15 മിനിറ്റ് പോയി കിട്ടും. കാരണം ഈ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, അതുകൊണ്ട് ഇവിടെ തുണികളൊക്കെ ദാണ്ട് വിൽക്കാനിട്ടിരിക്കുന്നു. അടിപൊളി. ഇവിടെ സത്യം പറഞ്ഞാൽ 2 സൈഡിലും എന്തുമാത്രം മരങ്ങളാണെന്നറിയാവോ. അതുകൊണ്ട് നല്ല രസമാണ് ഇതുവഴി പോകാൻ കേട്ടോ. തണലുണ്ട്. മറ്റേത് ഇപ്പോഴത്തെ വെയിലത്ത് നല്ല ഉപ്പാട് വരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ റെയിൽവേ ക്രോസ് അടച്ചിരിക്കുകയാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഇരുമ്പ് പാലമുണ്ട്. ഇവിടെ വേറൊരു ക്ഷേത്രം, ഓം നമ ശിവായ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അതായത് നമ്മൾ തമലം വഴി, അതായത് തമലത്ത് തൃക്രമംഗലം ക്ഷേത്രമുണ്ട്, മഹാവിഷ്ണു ക്ഷേത്രം. ഞാൻ അവിടെ പകരത്തിനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായൊരു ക്ഷേത്രമാണ്. കണ്ടില്ലേ, അങ്ങോട്ട് ബോർഡ് എഴുതി വെച്ചിരിക്കുന്നുണ്ട് തമലം എന്ന്. ഇവിടെ ഒരു അതായത് സർവീസ് സ്റ്റേഷൻ്റെ ഒക്കെ തൊട്ടടുത്തൂടെ തൃക്കൊടിയേറ്റ് മഹോത്സവം. അവിടെ കൊടിയേറ്റാകാറായി കേട്ടോ. ഞാൻ പറയില്ല, ആ വിഷ്ണു ക്ഷേത്രത്തിലെ തൃക്രമംഗലം വിഷ്ണു ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ആകാറായി. അയ്യോ, ഇവിടൊക്കെ എന്നാ സ്റ്റൈലാണെന്നറിയോ കാണാൻ. സത്യം പറഞ്ഞാൽ റോഡ് മാത്രമേ ഉള്ളൂ ഇത്തിരി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കേട്ടോ. 2 സൈഡിലും നല്ല വീടുകളൊക്കെ ആയിട്ട് ഈ ഒരു വിദേശ സ്ഥലത്തോടൊക്കെ നമ്മൾ പോകുന്ന ഒരു അനുഭൂതിയാണ് കേട്ടോ. സത്യം പറഞ്ഞ ഇതുവഴി പോകുമ്പോൾ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടം പോലെ പിന്നെ 2 സൈഡിലും വീടുകളാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ തൃക്രമംഗലം മഹാവിഷ്ണു ക്ഷേത്രം. ക്ഷേത്രത്തിലോട്ട് ഇനിയിപ്പോൾ കയറുന്നത് സമയം ഒരുപാട് താമസിച്ചു പോയി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അന്നദാനത്തിൻ്റെ ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ അന്നദാനത്തിനുള്ള സമയം എനിക്കായിട്ടില്ല. അന്നദാനത്തിനല്ല, ഉച്ചക്കത്തെ ഊണിനുള്ള സമയം എനിക്കായിട്ടില്ല. ഇവിടെ വേറൊരു അമ്പലമുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു അമ്പലം. അയ്യോ, സത്യം പറഞ്ഞാൽ എനിക്ക് വിശപ്പായില്ല. ഞാൻ രാവിലെ പിന്നെ ഇവിടെ ലൈറ്റൊക്കെ അടിപൊളിയായിട്ട് കേട്ടോ. ഇത് വൈകിട്ട് രാത്രി വന്നൊന്ന് ഷൂട്ട് ചെയ്യണം. ലൈറ്റിങ്സ് ഒക്കെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുവരെ വിശപ്പായിട്ടില്ല കേട്ടോ. അമ്മാവൻ രാവിലെ പിന്നെ മൊത്തം 8 ഇഡലിയും കൊണ്ടുവന്നു. ഞാൻ 4 ഇഡലിയും നല്ല 1 ഗ്ലാസ് അരച്ച ചമ്മന്തി. അമ്മാവൻ പറഞ്ഞത്, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് കല്ലേൽ അരച്ചതാണെന്നാണ് തോന്നിയത് കേട്ടോ. അമ്മാവൻ പറഞ്ഞത് കല്ലേലൊന്നുമല്ല, മിക്സിയിലിട്ട് ഒരു പ്രത്യേക സ്റ്റൈലിൽ, അതായത് നമ്മൾ ഈ 1, 2, 3 ഇടുന്നതിന് പകരമായിട്ട് റിവേഴ്സിലൊരു സംഭവം വരുമല്ലോ, അങ്ങനെ ഇട്ടടിച്ചാൽ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞു കിട്ടുമെന്നാണ് പറഞ്ഞ്. അങ്ങനെ നമ്മൾ റെയിൽവേ പാലത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ ഒന്നും വണ്ടികളൊന്നും കാണുന്നില്ല, ഈശ്വരാധീനത്തിന്. അതുകൊണ്ട് നമുക്ക് എന്തായാലും തുറന്നിട്ടേക്ക് കേട്ടോ, ഭാഗ്യം. അയ്യോ, ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നേ, നമ്മുടെ അവിടുത്തെ റെയിൽവേയുടെ പണിയൊക്കെ ഞാൻ കണ്ടിട്ട് കുറേ ദിവസമായി കേട്ടോ. അതുവഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ റെയിൽവേയുടെ പണികളൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. കണ്ടോ, ഇതിപ്പോൾ ഒറ്റ ലൈനേ ഉള്ളൂ, ഇതിനിപ്പോൾ ഡബിൾ ലൈൻ ആകും. അതായത് തമ്പാനൂർ വരെ ഡബിൾ ലൈനാണ്. പിന്നെ നമ്മുടെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പം
പക്ഷേ തമ്പാനൂർ തൊട്ട് അങ്ങോട്ട് കന്യാകുമാരിക്ക് സിംഗിൾ ലൈനേ ഉള്ളായിരുന്നു. അതിനെ ഇപ്പം ഡബിൾ ലൈനായി മാറാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ പാലവും എല്ലാം പൊളിച്ചിട്ടിരിക്കുന്നത് ആ ഒരു സജ്ജീകരണത്തിന് വേണ്ടിയിട്ടാണ്. എന്തുമാത്രം പണികളല്ലേ. വികസിക്കട്ടെ, വികസനം വരണം, എങ്കിലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. സത്യം പറയാൻ നമ്മളൊക്കെ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്നുള്ളത്. ഇതാണ് ഇരുമ്പ് പാലം കേട്ടോ. ഇത് സത്യത്തിൽ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ നവീകരണമൊക്കെ നടന്നിട്ടുണ്ട്. കരമനയാറിന് കുറുകെയായിട്ടാണ് കേട്ടോ. ഇത് കയറുമ്പം വേറെ വണ്ടി ഇങ്ങോട്ട് വരുന്ന ചെറിയൊരു കുലുക്കം വരും കേട്ടോ. നമ്മുടെ വണ്ടി പോകുമ്പോൾ കുലുങ്ങത്തില്ല, എന്നാലും വേറെ വല്ല വണ്ടി വല്ല ഇങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു ചെറിയ കുലുക്കം വരും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് അങ്ങോട്ട് പോകുമ്പോൾ ഇടത് സൈഡിൽ KSRTCയുടെ ഡിപ്പോയാണ്, വലത് സൈഡിൽ പിന്നെ ഒരു ക്യാൻസർ സെൻറ്റർ വരാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു കോമ്പൗണ്ട്, ക്യാൻസർ സെൻറ്റർ ആണെന്ന് തോന്നുന്നു, വലിയൊരു കോമ്പൗണ്ടാണ്. അതിങ്ങനെ ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഗണപതി അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ വെള്ളായണി സ്റ്റുഡിയോ റോഡിലെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തി, പാലത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ പാലം പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇത് സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഇതുവരെ തന്നിട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത്ര ആയതിനു ശേഷം കണ്ടോ, ഇത് നമ്മുടെ ഈ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു സ്ഥലം കുഴിഞ്ഞു കിടക്കല്ലായിരുന്നോ? ഇവിടെ എന്തോ ഇങ്ങനെ നടുക്കിങ്ങനെ സിമന്റ് ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ആ റോഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ സ്ഥലം കുഴിഞ്ഞു കിടക്കുന്നിടത്തെ പണികളായി ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ മറ്റേ പാലത്തിനേക്കാളൊക്കെ നല്ല വീതിയുണ്ട് കേട്ടോ ഇതിന്. ഇത് ഒരു പാലം, ഇനി ആ പാലം പൊളിച്ചിട്ട് വീണ്ടും ഒരു പാലം കൂടെ പണിയോ എന്തോ അറിഞ്ഞൂടാ. ഇതാണ് ഇത്രയും മണ്ണെടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ അടിയിൽ നിന്ന് ചുരണ്ടി ഇഷ്ടം പോലെ എടുക്കാനുണ്ട് മണ്ണ്. രണ്ട് സൈഡിൽ നിന്നും കൂടെ എടുത്തു കഴിയുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നൊരു 4 വരി പാതയ്ക്കുള്ള വീതി കിട്ടും. ഇവിടെ എന്തോ ഒരു ഇത് കണ്ടില്ല, ആ കെട്ടിന്റെ തൊട്ടിപ്പുറത്ത് നടവഴിയാന്ന് തോന്നുന്നു കേട്ടോ. സത്യം, നടക്കാനുള്ളവർക്ക് ഇങ്ങനൊരു വഴിയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ കുറേ നന്നായിരുന്നു. കാരണം ഈ പാലത്തെ കൂടെ നടന്നു വരാതെ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ടോ എന്തോ, അപ്പുറത്ത് കൊടുത്തിട്ടില്ല, കൊടുക്കാനുള്ള സംവിധാനമൊന്നും ചെയ്തിട്ടില്ല. വൺ സൈഡേ ഉള്ളൂ കേട്ടോ. ഒരു സൈഡില് പിന്നെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ പാലം കണ്ടില്ലേ, ഈ പാലത്തിന്റെ ഡബിൾ വീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ മുകളിൽ നിന്ന് തന്നെ നമ്മുടെ കെട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അങ്ങോട്ട് പോകുന്ന സ്ഥലത്തെ കെട്ട്, അയ്യോ കമ്പിയൊക്കെ ഇട്ട് ഓളി എതിരിക്കുന്ന കണ്ടോ. അയ്യോ അടാറ് പണിയാ കേട്ടോ. ഇനിയിപ്പോ ഇങ്ങോട്ട് ചെയ്യാനുണ്ട്. ഇതിപ്പോ എത്ര ദിവസമായെന്നറിയോ ഇവർ ഈ പണി തുടങ്ങിയിട്ട്. കണ്ടില്ലേ, മൊത്തം കോൺക്രീറ്റ് അടിച്ച് കയറ്റി ഒരു കാരണവശാലും മണ്ണിടിഞ്ഞ് വീഴാത്ത രീതിയിൽ ചരിച്ചൊക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സത്യം, ഞാൻ ഇവരുടെ ആദ്യത്തെ ആ ഒരു സ്ട്രക്ചറും പ്ലാനിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കിത് എന്താണെന്ന് മനസ്സിലായില്ല. ഇപ്പം മനസ്സിലായെന്നല്ല, ഏകദേശമൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ കണ്ടില്ലയോ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട പോലെ, അതും കോൺക്രീറ്റ് തന്നെ ചെയ്ത് ഓട പോലെ അങ്ങ് വരെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. കണ്ടില്ലേ ആ ഓട, ഇതൊക്കെ ഇങ്ങനെ തന്നെ പോവൂ വെള്ളം. അതിനനുസരിച്ച് ചരിച്ചായിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. കാരണം വെള്ളം എവിടെയെങ്കിലും തങ്ങി നിന്നെങ്കിലല്ലേ ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അങ്ങ് ദൂരെ മുക്കുന്നിമല, എന്നാ പ്രകൃതി ഭംഗിയാ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പണിയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുവഴിയൊക്കെ വന്നത് കേട്ടോ. നമ്മുടെ ദേശം നമ്മൾ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇന്നലെ നല്ല കിടിലം മഴയായിരുന്നു, അതുകൊണ്ട് മണ്ണൊക്കെ കണ്ടില്ലേ നല്ല നനഞ്ഞു കിടക്കുക. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് പേടിച്ച ഇതുവഴി വരുന്നേ.
ഇടയ്ക്കിടയ്ക്ക് ചള്ളയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അയ്യോ, ഈ കയറ്റം കയറുന്നതാണ് ഒരു റിസ്ക്. ഇത് കയറി വരുമ്പോ ഉണ്ടല്ലോ നമ്മുടെ വണ്ടി കയ്യിൽ നിന്ന് പാളും. പക്ഷെ മണ്ണ് ഉറച്ചു കേട്ടോ. നേരത്തെ ഈ മണ്ണ് ഇളകി കിടക്കുകയായിരുന്നു. ഇനിയിപ്പം നമുക്ക് നേരെ അപ്പുറത്തെ പാലത്തിലോട്ട് പോയി നോക്കാം. എന്തൊരു ഭംഗിയല്ലേ! റെയിൽവേയും അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ പണികളും, ആ പണികളെക്കാൾ ഉപരി ഈ പ്രകൃതി ഭംഗിയാണ് കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് കേട്ടോ. സത്യം, നമ്മുടെ നാടിനെ ഇങ്ങനൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് ആസ്വദിക്കണം, സൂക്ഷ്മമായിട്ട് കാണണം, എങ്കിലേ അതിനെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അയ്യോ, നമ്മുടെ പാലം പണി അങ്ങനെ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇവരെ ഇവിടെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇനി എന്താണോ എന്തോ, ഇനി അവിടുത്തെ പണി കഴിഞ്ഞേ ഇവിടുത്തെ പണി തുടങ്ങുള്ളൂ. അതുകൊണ്ട് അപ്പുറത്തെ പണി ഒന്നും ആയിട്ടില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവര് മണ്ണിട്ട് വീതിയൊക്കെ കൂട്ടി ഇതുവഴി വേണമെങ്കിൽ ഒരു വണ്ടി അപ്പുറത്തോട്ട് പോകും. പക്ഷെ അപ്പുറത്ത് ചെന്നാൽ അപ്പുറത്തെ സൈഡ് കുഴിയ, അതുവഴി പോകാൻ പറ്റത്തില്ല. എന്തൊരു പാടം എന്തോ. അങ്ങനെ കമ്മട്ടം ഗണപതി അമ്പലത്തിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി. ഇനിയിപ്പം നേരെ പോയി കുളിക്കണം. ഞാൻ നല്ല ഹെൽമെറ്റ് ക്യാപ്പ് ഒക്കെ വെക്കും. ഇപ്പം സ്ഥിരം ഹെൽമെറ്റ് ക്യാപ്പ് വെക്കുന്ന ഒരു ശീലമാക്കിയിരിക്കുക. ഇനിയിപ്പം നേരെ പോയി കുളിക്കണം. കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. നേരെ പോയി കുളിക്കുക, കിടന്ന് മയങ്ങണം. അപ്പോൾ അമ്മയെ ചെല്ലുന്നാണ്ട് ഇവിടെ ഒരാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരും പത്രത്തിൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് എനിക്ക് ഒരമ്പലം കൂടെ ഉണ്ട്, നമ്മുടെ ശ്രീവരാഹം അമ്പലത്തിൻ്റെ അടുത്തായിട്ട്, അതായത് കുളത്തിൻ്റെ കരയിലായിട്ട്. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.